ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വയറ് നിറയെ ഭക്ഷണം കഴിച്ച, പകൽ മുഴുവൻ രണാങ്കളത്തിൽ അശ്വാരൂഢന്മാരായി പോരാടുമ്പോഴും പാതിരാത്രി പ്രാർത്ഥനാ നിരതമായി ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ആസൂത്രണങ്ങളെ കുറിച്ച് അസ്വസ്ഥതയോടെ അള്ളാഹുവിനോട് സംസാരിച്ച ഒരു മനുഷ്യൻ. കഴുതവണ്ടിയിലും കാൽനടയായും മാത്രം സഞ്ചാരം സാധ്യമായ ഒരു കാലത്ത് പ്രവാചകൻ ജീവിച്ചത് ഹിജാസിലാണ്, സൗദിയിലാണ്. ഈ ഭൂമിയുടെ കിഴക്കിൽ നടക്കുന്ന കാര്യവും പടിഞ്ഞാറിൽ നടക്കുന്ന കാര്യവും ഒരേ സമയം മദീനയിൽ ഇരുന്നു കൊണ്ടും മക്കയിൽ ഇരുന്നു കൊണ്ടും റിപ്പോർട്ട് ചെയ്ത ചരിത്രം പഠിക്കാതെ പറഞ്ഞ, ഭാവിയിലേക്ക് നോക്കി നീട്ടിപ്പറഞ്ഞ ക്രാന്തദർശിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ആർക്കാണ് അറിയാത്തത്? The most influential persons in the human history. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 പേർ. ഒന്നാമൻ ഈ മുഹമ്മദാണ്. യേശു ഉണ്ട് അതിൽ, ബുദ്ധനുണ്ട് അതിൽ, ഐൻസ്റ്റൈൻ ഉണ്ട് അതിൽ, ന്യൂട്ടൻ ഉണ്ട് അതിൽ, പ്ലാറ്റോ ഉണ്ട് അതിൽ, അരിസ്റ്റോട്ടിൽ ഉണ്ട് അതിൽ, ഗാന്ധിജി പോലും ഉണ്ട് അതിൽ, നെൽസൺ മണ്ടേലയുണ്ട് അതിൽ. ഒന്നാമൻ ഈ മുഹമ്മദായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് 100 വട്ടം പറയേണ്ടി വരില്ലേ? അസാധാരണമായ മനുഷ്യൻ. ഈ ഉമ്മത്തൂരിൽ ഗൾഫ് കാണാത്ത ചെറുപ്പക്കാരോ മധ്യപ്രായക്കാരോ ഒരിക്കലും ഒരു പക്ഷേ ഉണ്ടാവുകയില്ലല്ലോ. ഇനി പോകാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരും കേട്ട കഥകളുണ്ടല്ലോ. ഈ GCCയെ കുറിച്ച് ഞാൻ ഒരു ഹദീസ് മാത്രം ഓർക്കുകയാണ്. ഇലോൺ മസ്കിനെ പറഞ്ഞപ്പോ പ്രവാചകനെ മനസ്സിലാക്കാൻ 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ ജീവിച്ച കാലഘട്ടം ഏതാണ്? ക്രിസ്താബ്ദം 570 മുതൽ 630 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടം ചരിത്രത്തിൽ ഇരുളേറിയ കാലഘട്ടം. അറേബ്യയിൽ ഒരു നാഗരികതയും വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഭാവിയിലേക്ക് നോക്കി നബി പറയുകയാണ് ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക തിരികെ മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോകാവൂ. ഗൾഫിലെ എയർപോർട്ടിൽ കാലുകുത്തിയാൽ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്നും, മണ്ണ് കണ്ടാൽ പറയേണ്ട വാക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്നുമാണ്. എന്തുകൊണ്ട്? ഈ ഹദീസ് നോക്ക്. ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക മടങ്ങുന്നത് വരെ, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുന്നത് വരെ. എങ്ങനെയാണ് മടങ്ങുക? അൻഹാറൻ വമുറൂജ, നദികളായും തോട്ടങ്ങളായും. അത്ഭുതപ്പെടേണ്ടേ നമ്മൾ? ഇത് പറയുന്ന കാലത്ത് അറേബ്യയിൽ, ഗൾഫിൽ, GCCയിൽ അവിടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, തടാകങ്ങൾ ഉണ്ടായിരുന്നു, നദികൾ ഉണ്ടായിരുന്നു. ഒരുക്കിയ ലോഹം പോലെ, ചെമ്പ് പോലെ തപ്തമായിരുന്ന അറേബ്യൻ മരുഭൂമി. ആ മരുഭൂമിയിൽ നിന്നാണ് പറയുന്നത് കുറക്കാലം കഴിഞ്ഞാൽ ഈ ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ മരുഭൂമി അവിടെ നദികട പർദീസയാകും, ഇവിടെ പൂവാടികൾ ജനിക്കും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ ഗൾഫിലാണ്. കിലോമീറ്ററുകൾ കണക്കെ തോട്ടങ്ങളാണ്. കേവലം ഈത്തപ്പഴത്തോട്ടങ്ങൾ മാത്രമല്ല, അറേബ്യയിൽ ഹരിതവൽക്കരണം നടക്കുന്നു. പച്ചക്കറിത്തോട്ടങ്ങൾ. വലിയ വലിയ സിദ്ധാന്തങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് യൂട്യൂബിൽ ഗൾഫിൽ നിന്ന് വ്ലോഗ് ചെയ്യുന്ന വ്ലോഗേഴ്സിന്റെ വീഡിയോ 5 മിനിറ്റ് കണ്ടാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വയറ് നിറയെ ഭക്ഷണം കഴിച്ച, പകൽ മുഴുവൻ രണാങ്കളത്തിൽ അശ്വാരൂഢന്മാരായി പോരാടുമ്പോഴും പാതിരാത്രി പ്രാർത്ഥനാ നിരതമായി ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ആസൂത്രണങ്ങളെ കുറിച്ച് അസ്വസ്ഥതയോടെ അള്ളാഹുവിനോട് സംസാരിച്ച ഒരു മനുഷ്യൻ. കഴുതവണ്ടിയിലും കാൽനടയായും മാത്രം സഞ്ചാരം സാധ്യമായ ഒരു കാലത്ത് പ്രവാചകൻ ജീവിച്ചത് ഹിജാസിലാണ്, സൗദിയിലാണ്. ഈ ഭൂമിയുടെ കിഴക്കിൽ നടക്കുന്ന കാര്യവും പടിഞ്ഞാറിൽ നടക്കുന്ന കാര്യവും ഒരേ സമയം മദീനയിൽ ഇരുന്നു കൊണ്ടും മക്കയിൽ ഇരുന്നു കൊണ്ടും റിപ്പോർട്ട് ചെയ്ത ചരിത്രം പഠിക്കാതെ പറഞ്ഞ, ഭാവിയിലേക്ക് നോക്കി നീട്ടിപ്പറഞ്ഞ
ക്രാന്തദർശിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം ആർക്കാണ് അറിയാത്തത്? The most influential persons in the human history. ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച 100 പേർ. ഒന്നാമൻ ഈ മുഹമ്മദാണ്. യേശു ഉണ്ട് അതിൽ, ബുദ്ധനുണ്ട് അതിൽ, ഐൻസ്റ്റൈൻ ഉണ്ട് അതിൽ, ന്യൂട്ടൻ ഉണ്ട് അതിൽ, പ്ലാറ്റോ ഉണ്ട് അതിൽ, അരിസ്റ്റോട്ടിൽ ഉണ്ട് അതിൽ, ഗാന്ധിജി പോലും ഉണ്ട് അതിൽ, നെൽസൺ മണ്ടേലയുണ്ട് അതിൽ. ഒന്നാമൻ ഈ മുഹമ്മദായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് 100 വട്ടം പറയേണ്ടി വരില്ലേ? അസാധാരണമായ മനുഷ്യൻ. ഈ ഉമ്മത്തൂരിൽ ഗൾഫ് കാണാത്ത ചെറുപ്പക്കാരോ മധ്യപ്രായക്കാരോ ഒരിക്കലും ഒരു പക്ഷേ ഉണ്ടാവുകയില്ലല്ലോ. ഇനി പോകാത്ത ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരും കേട്ട കഥകളുണ്ടല്ലോ. ഈ GCCയെ കുറിച്ച് ഞാൻ ഒരു ഹദീസ് മാത്രം ഓർക്കുകയാണ്. ഇലോൺ മസ്കിനെ പറഞ്ഞപ്പോ പ്രവാചകനെ മനസ്സിലാക്കാൻ 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ ജീവിച്ച കാലഘട്ടം ഏതാണ്? ക്രിസ്താബ്ദം 570 മുതൽ 630 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടം ചരിത്രത്തിൽ ഇരുളേറിയ കാലഘട്ടം. അറേബ്യയിൽ ഒരു നാഗരികതയും വന്നിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഭാവിയിലേക്ക് നോക്കി നബി പറയുകയാണ് ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക തിരികെ മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്നിട്ടേ നമ്മൾ ഗൾഫിലേക്ക് പോകാവൂ. ഗൾഫിലെ എയർപോർട്ടിൽ കാലുകുത്തിയാൽ ആദ്യം പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്നും, മണ്ണ് കണ്ടാൽ പറയേണ്ട വാക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് എന്നുമാണ്. എന്തുകൊണ്ട്? ഈ ഹദീസ് നോക്ക്. ലാ തഖൂമു സ്സഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അർദുൽ അറബ്, അറബ് ഭൂമിക മടങ്ങുന്നത് വരെ, പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുന്നത് വരെ. എങ്ങനെയാണ് മടങ്ങുക? അൻഹാറൻ വമുറൂജ, നദികളായും തോട്ടങ്ങളായും. അത്ഭുതപ്പെടേണ്ടേ നമ്മൾ? ഇത് പറയുന്ന കാലത്ത് അറേബ്യയിൽ, ഗൾഫിൽ, GCCയിൽ അവിടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, തടാകങ്ങൾ ഉണ്ടായിരുന്നു, നദികൾ ഉണ്ടായിരുന്നു. ഒരുക്കിയ ലോഹം പോലെ, ചെമ്പ് പോലെ തപ്തമായിരുന്ന അറേബ്യൻ മരുഭൂമി. ആ മരുഭൂമിയിൽ നിന്നാണ് പറയുന്നത് കുറെക്കാലം കഴിഞ്ഞാൽ ഈ ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ മരുഭൂമി അവിടെ നദികളുടെ പർദീസയാകും, ഇവിടെ പൂവാടികൾ ജനിക്കും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ ഗൾഫിലാണ്. കിലോമീറ്ററുകൾ കണക്കെ തോട്ടങ്ങളാണ്. കേവലം ഈത്തപ്പഴത്തോട്ടങ്ങൾ മാത്രമല്ല, അറേബ്യയിൽ ഹരിതവൽക്കരണം നടക്കുന്നു. പച്ചക്കറിത്തോട്ടങ്ങൾ. വലിയ വലിയ സിദ്ധാന്തങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് യൂട്യൂബിൽ ഗൾഫിൽ നിന്ന് വ്ലോഗ് ചെയ്യുന്ന വ്ലോഗേഴ്സിന്റെ വീഡിയോ 5 മിനിറ്റ് കണ്ടാൽ മതി.